ശാന്തിപുരം എന്ന മനോഹരമായ ഗ്രാമത്തിലെ ആ ചെറിയ ഓടിട്ട വീട് ഒരു സ്വർഗമായിരുന്നു മാധവനും സീതക്കും. മാധവൻ നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ചെറിയ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു. മാസം മാസം കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ആ ചെറിയ വീട് പുലർത്താൻ അവൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും ജോലി കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങിയെത്തുമ്പോൾ സീതയുടെ പുഞ്ചിരി കാണുമ്പോൾ അവന്റെ എല്ലാ മാനസിക ക്ഷീണവും അലിഞ്ഞില്ലാതെയാകുമായിരുന്നു. സീതക്ക് മാധവൻ വെറുമൊരു ഭർത്താവായിരുന്നില്ല, അവളുടെ പ്രപഞ്ചം തന്നെയായിരുന്നു അവൻ. മല്ലികപ്പൂക്കൾ പടർന്നു പന്തലിച്ച ആ വീടിന്റെ ഉമ്മറത്തിരുന്നാണ് അവർ തങ്ങളുടെ മനോഹരമായ ഭാവി സ്വപ്നങ്ങൾ ഓരോന്നായി നെയ്തിരുന്നത്. ദാരിദ്ര്യം ഉണ്ടെങ്കിലും സ്നേഹം അവിടെ പുഴ പോലെ ഒഴുകിയിരുന്നു. മാധവൻ എപ്പോഴും പറയും, നമുക്ക് സ്വന്തമായി ഒരു വലിയ വീട് വേണ്ട സീതെ, സ്നേഹമുള്ള ഈ കൊച്ചു വീട് തന്നെ മതി. എന്നാൽ ആ വീട്ടിലെ സന്തോഷത്തിന്മേൽ എപ്പോഴും കരിനിഴൽ വീഴ്ത്തിയിരുന്നത് മാധവന്റെ അമ്മ ഭാനുമതിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 5 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ വീടിന്റെ മുറ്റത്ത് ഒരു കുഞ്ഞിന്റെ കളിച്ചിരികൾ ഉയരാത്തതായിരുന്നു ഭാനുമതിയുടെ ഏറ്റവും വലിയ പരാതി. ഭാനുമതിയുടെ വാക്കുകൾ ഓരോന്നും വിഷം പുരട്ടിയ അമ്പുകൾ പോലെ സീതയുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും ആഴത്തിൽ തറച്ചുകൊണ്ടിരുന്നു. എന്റെ മകൻ ഏതെങ്കിലും നല്ല തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഈ നേരം കൊണ്ട് എനിക്കൊരു കൊച്ചുമകനെ കാണാമായിരുന്നു. നിന്നെപ്പോലെ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നത് അവന്റെ വിധി. ഭാനുമതിയുടെ വാക്കുകൾ കേട്ട് സീത പലപ്പോഴും അടുക്കളയുടെ ഏകാന്തതയിൽ ഇരുന്ന് നിശബ്ദമായി കരഞ്ഞു. പക്ഷേ മാധവൻ എപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. സീതേ, നീ എന്തിനാ വിഷമിക്കുന്നത്? പ്രകൃതി ആരെയും കൈവിടില്ല. നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകും, നീ കാത്തിരിക്ക് എന്നവന്റെ വാക്കുകൾ അവൾക്ക് ജീവൻ നൽകി. ഒടുവിൽ അവർ ഏറെ കാലം ആഗ്രഹിച്ച ആ വസന്തം അവരെ തേടിയെത്തി. ഒരു തിങ്കളാഴ്ച ഉച്ചക്ക് നഗരത്തിലെ പ്രശസ്തമായ ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു മടങ്ങിയ സീതക്ക് താൻ ഗർഭിണിയാണെന്ന വാർത്ത വിശ്വസിക്കാനായില്ല. ലോകം മുഴുവൻ തന്റെ കയ്യിൽ വന്നതുപോലെ അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി. തന്റെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ തുടിക്കുന്നത് അറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു ആ ഗർഭകാലം. ആ വലിയ വാർത്ത എത്രയും വേഗം മാധവനെ അറിയിക്കാൻ അവൾ വെമ്പൽ കൊണ്ടു. വീട്ടിലെത്തിയ ഉടൻ അവൾ വിറക്കുന്ന കൈകളോടെ മാധവനെ ഫോണിൽ വിളിച്ചു. മാധവൻ അപ്പോൾ തന്റെ ചെറിയ കാറിൽ നഗരത്തിലെ തിരക്കേറിയ ഹൈവേയിലൂടെ ജോലി സംബന്ധമായ ആവശ്യത്തിനായി വേഗത്തിൽ പോവുകയായിരുന്നു. ഫോൺ എടുത്ത് മാധവനോട് സീത വിതുമ്പലോടെയും ചിരിയോടെയും പറഞ്ഞു, മാധവേട്ട, നമ്മൾ അച്ഛനും അമ്മയുമാകാൻ പോകുന്നു. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വരുന്നു. മറുഭാഗത്ത് മാധവന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. സത്യമാണോ സീതേ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാനിതാ ഇപ്പോൾ തന്നെ ജോലി ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ ഒരുമിച്ച് ഇത് ആഘോഷിക്കും. ആവേശത്തോടെ മാധവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്റ്റിയറിംഗിൽ താളം പിടിച്ചുകൊണ്ട് അവൻ തന്റെ ഭാവി മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ സ്വപ്നം കണ്ടു. എന്നാൽ ആ സന്തോഷം നിമിഷങ്ങൾ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. സന്തോഷം കൊണ്ട് റോഡിലെ ശ്രദ്ധ മാറിയ മാധവന്റെ കാറിന് നേരെ ഒരു വലിയ ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്നു. ഫോണിന്റെ മറുവശത്ത് ഭീകരമായ ഒരു ലോഹ ശബ്ദവും തുടർന്ന് മാധവന്റെ നിലവിളിയും പിന്നീട് ഭയാനകരമായ നിശബ്ദതയും മാത്രമേ സീതക്ക് കേൾക്കാനായുള്ളൂ. മാധവൻ സംഭവ സ്ഥലത്തു തന്നെ മരിച്ചുവെന്ന വാർത്ത സീതയെ തേടിയെത്തിയത് ഒരു വലിയ ഇടത്തീ പോലെയായിരുന്നു. സ്നേഹത്തിന്റെ തണൽ പെട്ടെന്ന് നഷ്ടപ്പെട്ട ആഘാതത്തിൽ അവൾ തറയിൽ തളർന്നു വീണു. ആശുപത്രിയിലെ മരവിപ്പിക്കുന്ന ഗന്ധങ്ങൾക്കിടയിൽ അവൾ കിടന്നു. ആ വലിയ മാനസിക ആഘാതവും അമിതമായ രക്തസ്രാവവും കാരണം അവൾക്ക് തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും നഷ്ടമായി. ഒരേ ദിവസം തന്നെ തന്റെ ഭർത്താവിനെയും പ്രതീക്ഷയായ കുഞ്ഞിനെയും നഷ്ടപ്പെട്ട സീതയുടെ ലോകം ഇരുട്ടായി. എന്നാൽ ഭാനുമതിയുടെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല. മകന്റെ ശവസംസ്കാരം കഴിഞ്ഞ 3-ാം പക്കം അവർ സീതയോട് ഏറ്റവും ക്രൂരമായി പെരുമാറി. എന്റെ മകൻ മരിച്ചത് നീ കാരണമാണ്. നിന്റെ കാല് ഗുണമില്ലാത്തതുകൊണ്ടാണ് ഈ വീട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായത്. ഇനി ഇവിടെ നിനക്കൊരു സ്ഥാനമില്ല. നീ ഇവിടെ നിൽക്കുന്നത് പോലും ഈ വീടിന് അപശകുനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുറത്തേക്ക് തള്ളി വാതിലടച്ചു. മാധവന്റെ ഓർമ്മകൾ മാത്രമുള്ള ഒരു ചെറിയ പൊതിക്കെട്ടുമായി ശൂന്യമായ കണ്ണുകളോടെ സീത ആ പെരുമഴയത്ത് തെരുവിലേക്ക് ഇറങ്ങി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാ നിർഭരമായ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. അവൾക്ക് മുന്നിൽ ഇനി വഴികളില്ലായിരുന്നു. മരണം മാത്രമായിരുന്നു ഏക ആശ്വാസമെന്ന് അവൾക്ക് തോന്നി. വീടിന്റെ പടികൾ ഇറങ്ങുമ്പോൾ സീതയുടെ ലോകം ശൂന്യമായിരുന്നു. പെരുമഴയത്ത്
നനഞ്ഞൊട്ടി ലക്ഷ്യമില്ലാതെ നഗരത്തിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ മാധവന്റെ ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആർക്കും വേണ്ടാത്ത ആ പെണ്ണിന് അറിയില്ലായിരുന്നു. സ്വന്തം ഗ്രാമത്തിലെ പരിചിതമായ മുഖങ്ങളിൽ നിന്നെല്ലാം അവൾക്ക് അവഗണനയും പരിഹാസവും മാത്രമേ ലഭിച്ചുള്ളൂ. അപശകുനം എന്ന് മുദ്രകുത്തി എല്ലാവരും അവളെ മാറ്റി നിർത്തി. താൻ ഗർഭിണിയായിരുന്നു എന്നും തനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്നും ആരും ഓർത്തില്ല. ഒടുവിൽ വിധിയുടെ ക്രൂരമായ കാറ്റിൽപ്പെട്ട് അവൾ എത്തിച്ചേർന്നത് നഗരത്തിലെ തിരക്കേറിയ ഒരു ചേരി പ്രദേശത്തായിരുന്നു. അഴുക്കുചാലുകൾ ഒഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ആ തെരുവുകൾ അവൾക്ക് പരിചിതമായിരുന്നില്ല. ചുമരുകളിൽ നിന്ന് സിമന്റ് അടർന്നു വീഴുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ ആ ഇടുങ്ങിയ മുറിയിൽ സീത തന്റെ പുതിയ ജീവിതം ആരംഭിച്ചു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അവളൊരു മൃതദേഹത്തെ പോലെ ആ തറയിൽ കിടന്നു. വിശപ്പോ ദാഹമോ ആ കണ്ണുകൾ അറിഞ്ഞില്ല. എന്നാൽ ഒരു രാത്രിയിൽ മാധവൻ തന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി, സീതേ, നീ എന്തിനാണ് ഇങ്ങനെ തളരുന്നത്? എനിക്ക് വേണ്ടി നീ ജീവിക്കണം. നിന്റെ ഉള്ളിലെ കരുത്ത് നീ തിരിച്ചറിയണം. ആ വാക്കുകൾ അവളിലൊരു പുതിയ വെളിച്ചം പകർന്നു. ജീവിക്കാൻ പണം വേണം. ആരോടും കൈനീട്ടാതെ അന്തസ്സായി മരിക്കണമെങ്കിൽ അധ്വാനിക്കണം എന്നവൾ ഉറപ്പിച്ചു. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവൾക്കാരും ജോലി നൽകിയില്ല. അവളുടെ രൂപവും ദാരിദ്ര്യവും കണ്ട് പലരും അവളെ ആട്ടിയോടിച്ചു. തന്റെ ചെറിയ പൊതിക്കെട്ടിൽ സീത ജീവനെ പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഏക സമ്പാദ്യം മാധവൻ വിവാഹ സമയത്ത് നൽകിയ ചെറിയൊരു സ്വർണ വളയായിരുന്നു. അത് വിൽക്കാൻ അവൾക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കാരണം അത് മാധവന്റെ സ്പർശനമേറ്റ അവസാനത്തെ അടയാളമായിരുന്നു. എങ്കിലും തന്റെ അതിജീവനത്തിനായി അവൾ അത് കണ്ണുനീരോടെ വിറ്റു. ആ പണം കൊണ്ട് അവളൊരു പഴയ തടി ഉന്തുവണ്ടി വാങ്ങി. മുഷിഞ്ഞ ആ വണ്ടി അവൾ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടു കഴുകി വൃത്തിയാക്കി. പണ്ട് മാധവൻ എപ്പോഴും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുമായിരുന്നു, സീതേ, നിന്റെ കൈപുണ്യം അത്ഭുതമാണ്. ഈ രുചി ലോകം മുഴുവൻ അറിയേണ്ടതാണ്. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പൊടി പിടിച്ച ഒരു മൂലയിൽ അവൾ തന്റെ ചെറിയ തട്ടുകട ആരംഭിച്ചു. സീതമ്മയുടെ അടുക്കള. ആ വണ്ടിയിൽ അവൾ കരിക്കട്ട കൊണ്ട് വലിയ അക്ഷരത്തിൽ ആ പേര് എഴുതി വെച്ചു. പുലർച്ചെ 3 മണിക്ക് നഗരം ഉറങ്ങുമ്പോൾ അവൾ എഴുന്നേറ്റു അടുപ്പിൽ തീ കൂട്ടുമായിരുന്നു. വിറകടുപ്പിൽ നിന്ന് ഉയരുന്ന പുക അവളുടെ കണ്ണുകളെ വല്ലാതെ നീറ്റിയെങ്കിലും അവളുടെ ഹൃദയത്തിലെ കനലിനേക്കാൾ വലുതായിരുന്നില്ല അത്. ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും മണം പരത്തുന്ന ചമ്മന്തിയും അവൾ അവിടെ ചുരുങ്ങിയ വിലക്ക് വിറ്റു. നഗരത്തിലെ കൂലിപ്പണിക്കാരും ഓട്ടോ ഡ്രൈവർമാരും പാവപ്പെട്ട വിദ്യാർത്ഥികളും പതുക്കെ ആ രുചി തേടി കടയിലേക്ക് ആകർഷിക്കപ്പെട്ടു. സീതയുടെ ഭക്ഷണത്തിന് മാധുര്യം മാത്രമല്ല, ഒരമ്മയുടെ കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. പലരും അവളെ സീതമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി. എങ്കിലും ആ അതിജീവനത്തിന്റെ പാത അത്ര എളുപ്പമായിരുന്നില്ല. പലപ്പോഴും നഗരസഭയിലെ ഉദ്യോഗസ്ഥർ വണ്ടി മാറ്റാൻ വന്ന് അവളെ ഭീഷണിപ്പെടുത്തുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. റോഡിലെ പൊടിയും വാഹനങ്ങളുടെ പുകയും സഹിച്ചുകൊണ്ട് അവൾ മണിക്കൂറോളം അവിടെ നിന്നു. പ്രാദേശിക ഗുണ്ടകൾ സൗജന്യ ഭക്ഷണം ചോദിച്ച് അവളെ ഉപദ്രവിച്ചപ്പോഴും അവൾ തളർന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ആരോടും എനിക്ക് ഭയമില്ല എന്നവൾ ഉറച്ചു പറഞ്ഞു. ചില്ലറ കാശിനായി തെരുവിൽ അപരിചിതരുടെ പലതരം നോട്ടങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ പലപ്പോഴും അവളുടെ ഉള്ളം പിടഞ്ഞു. മാന്യമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ തെരുവ് എത്ര കഠിനമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും തട്ടുകടയിലെ തീ ആളിക്കത്തിച്ച് അവൾ തന്റെ അധ്വാനം തുടർന്നു. ദിവസങ്ങൾ ആഴ്ചകളായും മാസങ്ങളായും കടന്നുപോയി. അവളുടെ ഒരു കാലത്തെ സുന്ദരമായ മുഖത്ത് പുകയുടെ കറുപ്പ് പടർന്നു. എങ്കിലും സീത തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മാധവൻ അവശേഷിച്ചു പോയ സ്നേഹം അവൾ ഓരോ നിമിഷവും തന്റെ ഭക്ഷണത്തിലൂടെ പാവപ്പെട്ടവർക്ക് പകർന്നു നൽകി. വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് തളർന്നു തന്റെ ചെറിയ മുറിയിലെത്തുമ്പോൾ മാധവന്റെ ആ പഴയ ഫോട്ടോ നോക്കി അവൾ പറയും, ഇന്ന് ഞാൻ കുറച്ചു പേരുടെയെങ്കിലും വിശപ്പടക്കി മാധവേട്ട. നിങ്ങളുടെ വാക്കുകൾ എന്നെ നയിക്കുന്നു. ആ ചേരിയിലെ ഇരുട്ടിലും സീതയുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ നാളം അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ ഒരു വൈകുന്നേരം. ആകാശം ഇരുണ്ടു തുടങ്ങിയിരുന്നു. സീതമ്മ തന്റെ തട്ടുകടയിലെ പാത്രങ്ങൾ കഴുകി അടുക്കി വെക്കുകയായിരുന്നു. അന്നത്തെ കച്ചവടം ഏകദേശം അവസാനിച്ചിരുന്നു. തളർന്നുപോയ ശരീരവുമായി വണ്ടിക്ക് പിന്നിലെ ചെറിയ സ്റ്റൂളിൽ ഇരിക്കുമ്പോഴാണ് തെരുവിലെ ആ പഴയ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒട്ടിയിരിക്കുന്ന 3 കൊച്ചു രൂപങ്ങൾ അവളുടെ കണ്ണിൽപ്പെട്ടത്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും പൊടി പുരണ്ട ഉടലുമായി അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരുന്നു. കണ്ടാൽ ഒരേ പ്രായം തോന്നിക്കുന്ന 3 ആൺകുട്ടികൾ. അവൾ പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞതും ആ കുട്ടികൾ ഭയത്തോടെ ഒന്ന് പിന്നോട്ട് നീങ്ങി. എന്നാൽ സീതയുടെ കണ്ണുകളിലെ സ്നേഹം കണ്ടപ്പോൾ
അവരുടെ പേടി പതുക്കെ മാറി. അവരുടെ കണ്ണുകൾ കുഴിഞ്ഞിരുന്നു, ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരുന്നു. ദയനീയമായ ആ നോട്ടം കണ്ടപ്പോൾ സീതയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. "മക്കളെ, നിങ്ങൾ ആരാണ്? ഇവിടെ എന്താണ് ചെയ്യുന്നത്?" അവൾ മൃദുവായി ചോദിച്ചു. അവരിൽ മൂത്തവനെന്ന് തോന്നിക്കുന്ന കുട്ടി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, "ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ എങ്ങോട്ടോ പോയി. ഞങ്ങൾ 3 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല." ആ വാക്കുകൾ സീതയുടെ ഹൃദയത്തിൽ തറച്ചു കയറി. അവൾ ഒട്ടും കാത്തു നിന്നില്ല. അവരെ കൈപിടിച്ച് തന്റെ വണ്ടിക്കടുത്തേക്ക് കൊണ്ടുപോയി ബാക്കിയുണ്ടായിരുന്ന ചൂടുള്ള ആഹാരം വിളമ്പി. പട്ടിണി കിടന്ന സിംഹങ്ങളെ പോലെ അവർ ഭക്ഷണത്തിലേക്ക് വീണു. ആവേശത്തോടെ അവർ ആഹാരം കഴിക്കുന്നത് നോക്കി നിന്ന സീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ സീത അവരെ അടുത്തിരുത്തി അവരുടെ പേരുകൾ ചോദിച്ചു. അച്ചു, വിനു, മനു, അവർ പറഞ്ഞു. ഒരേപോലെ ഇരിക്കുന്ന ആ 3 മുഖങ്ങൾ കണ്ടപ്പോൾ സീതക്ക് അവരെ ഉപേക്ഷിച്ചു പോകാൻ തോന്നിയില്ല. "നിങ്ങൾക്കിനി എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ?" അവൾ ചോദിച്ചു. അവർ മറുപടിയായി തലയാട്ടി. ആ തെരുവിൽ അവർക്കാരുമില്ലായിരുന്നു. തന്റെ ശൂന്യമായ ആ മുറിയും പട്ടിണി നിറഞ്ഞ ജീവിതവും അവൾ ഓർത്തു. എങ്കിലും ആ കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഇനി നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ അമ്മയാണ്. എനിക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല. പക്ഷേ എന്റെ അടുപ്പിൽ തീ കത്തുന്ന കാലത്തോളം ഞാൻ നിങ്ങളെ പട്ടിണിക്കിടില്ല." ആ വാക്കുകൾ കേട്ടപ്പോൾ ആ കുട്ടികളുടെ മുഖത്ത് വിരിഞ്ഞ ആശ്വാസം സീതക്ക് തന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമായിരുന്നു. അന്ന് രാത്രി ആ ചെറിയ മുറിയിൽ സീത തനിച്ചായിരുന്നില്ല. തന്റെ ഇരുവശത്തുമായി ആ 3 മക്കളെയും കിടത്തി ഉറക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സമാധാനം അനുഭവപ്പെട്ടു. മാധവൻ മരിച്ചതിനു ശേഷം തന്റെ ജീവിതം എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് അവൾക്ക് മറുപടി ലഭിച്ചു. പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ വഴികളിലൂടെ അവരെ കൈപിടിച്ച് നടത്താൻ അവൾ ഉറച്ച തീരുമാനമെടുത്തു. അടുത്ത 15 വർഷം സീതയുടെ ജീവിതം ഒരു തപസ്സായിരുന്നു. കാലം അവളുടെ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തി, മുടിയിൽ നര പടർത്തി. മാധവൻ ബാക്കി വെച്ചു പോയ സ്നേഹം മുഴുവൻ അവൾ ആ 3 മക്കൾക്കുമായി പകുത്തു നൽകി. സീതമ്മയുടെ അടുക്കള വെറുമൊരു തട്ടുകടയായിരുന്നില്ല, മറിച്ച് ആ 3 മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനുള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. പുലർച്ചെ 3 മണിക്ക് നഗരം ഉറങ്ങുമ്പോൾ സീത എഴുന്നേൽക്കും. വിറകടുപ്പിലെ പുകയേറ്റ് അവളുടെ കണ്ണുകൾ പലപ്പോഴും ചുവന്നു വീർത്തു. പതുക്കെ കാഴ്ച മങ്ങി തുടങ്ങി. എങ്കിലും തന്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ സമയത്ത് ആഹാരം തയ്യാറാക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. താൻ ഒരു നേരം പട്ടിണി കിടന്നാലും തന്റെ മക്കൾക്ക് ഏറ്റവും നല്ലത് നൽകാൻ അവൾ ശ്രദ്ധിച്ചു. അവർ പഴയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും അവരുടെ പുസ്തകങ്ങൾ പുതിയതായിരിക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. അച്ചുവും വിനുവും മനുവും വളർന്ന് വലിയ മിടുക്കന്മാരായി. അവരുടെ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. "അമ്മേ, ഇനി കുറച്ച് വിശ്രമിക്കൂ" എന്നവർ പറയുമ്പോൾ, "നിങ്ങൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതാണ് എന്റെ വിശ്രമം" എന്നവൾ പുഞ്ചിരിയോടെ മറുപടി നൽകി. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സീത ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല. നഗരത്തിലെ ഏറ്റവും നല്ല കോളേജുകളിൽ അവരെ അയച്ചു പഠിപ്പിക്കാൻ അവൾ രാവും പകലും തന്റെ തട്ടുകടയിൽ പണിയെടുത്തു. 15 വർഷങ്ങൾ കടന്നു പോയപ്പോൾ സീതയുടെ ത്യാഗം ഫലം കണ്ടു തുടങ്ങി. അച്ചു മികച്ച മാർക്കോടെ എഞ്ചിനീയറിംഗ് പാസ്സായി. വിനു നിയമ പഠനത്തിലേക്കാണ് തിരിഞ്ഞത്. മനു ബിസിനസ് മേഖലയിലാണ് താല്പര്യം കാണിച്ചത്. ചെറിയ ലാഭത്തിൽ നിന്നും വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള അവന്റെ ബുദ്ധി സീതയുടെ കച്ചവട പാടവത്തിൽ നിന്നും ലഭിച്ചതായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു കയറുന്നത് കണ്ട് സീത സന്തോഷം കൊണ്ട് കണ്ണീർ വാർത്തു. റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആ പഴയ ചേരിയിലെ മുറിയിൽ ഇരുന്നു കൊണ്ട് അവൾ മാധവന്റെ ഫോട്ടോയോട് പറയും, "കണ്ടോ മാധവേട്ട, നമ്മുടെ മക്കൾ വളർന്നു കഴിഞ്ഞു. അവർ ഇനി ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കും." ആ 15 വർഷത്തിനിടയിൽ അവൾ ഒരിക്കൽ പോലും മാധവനെ മറന്നില്ല. ഓരോ വിജയവും മാധവന്റെ അനുഗ്രഹമാണെന്ന് അവൾ വിശ്വസിച്ചു. എങ്കിലും ഈ വളർച്ചയ്ക്കിടയിൽ സീതയുടെ ശരീരം വല്ലാതെ തളർന്നിരുന്നു. അമിതമായ ചൂടും പുകയും അവളെ ശ്വാസകോശത്തെ ബാധിച്ചു തുടങ്ങിയിരുന്നു. രാത്രികളിൽ അവൾക്ക് നിർത്താനാകാത്ത ചുമ അനുഭവപ്പെട്ടു. എങ്കിലും മക്കൾ അത് അറിയാതിരിക്കാൻ അവൾ തന്റെ സാരിത്തുമ്പ് കൊണ്ട് വാ പൊത്തിപ്പിടിച്ചു. തന്റെ മക്കൾക്ക് ഒരു കുറവും വരരുത്, അവർ തന്നെ ഓർത്ത് വിഷമിക്കരുത് എന്ന സ്വാർത്ഥതയില്ലാത്ത സ്നേഹമായിരുന്നു സീതയുടേത്. സീതമ്മയുടെ തട്ടുകടയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആ പ്രദേശം നഗരത്തിന്റെ വളർച്ചയോടെ സ്വർണ്ണവിലയുള്ള സ്ഥലമായി മാറി. ആ പ്രദേശം മുഴുവൻ വലിയ ഷോപ്പിംഗ് മാളുകളും ഫ്ളാറ്റുകളും പണിത് വലിയ ലാഭമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടിരുന്ന
വ്യക്തിയായിരുന്നു ശേഖരൻ. ആ നാട്ടിലെ ഏറ്റവും സ്വാധീനമുള്ളതും അതേസമയം ക്രൂരനുമായ ബിസിനസ്സുകാരനായിരുന്നു അയാൾ. ചുറ്റുമുള്ള ചെറിയ കടകളെല്ലാം ഭീഷണിപ്പെടുത്തിയും പണം നൽകിയും ശേഖരൻ ഒഴിപ്പിച്ചെടുത്തു. എന്നാൽ സീത മാത്രം വഴങ്ങിയില്ല. മാത്രമല്ല, ശേഖരനെ കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത് സീതയുടെ മക്കളുടെ വളർച്ചയായിരുന്നു. അച്ചുവും വിനുവും മനുവും നഗരത്തിൽ പേരെടുത്തു തുടങ്ങിയിരുന്നു. സീത സുഖമില്ലാതെ കടയിൽ വരാതിരുന്ന ഒരു ദിവസം നോക്കി ശേഖരൻ ആ 3 യുവാക്കളെയും തന്റെ ആഡംബര ഓഫീസിലേക്ക് വിളിപ്പിച്ചു. മക്കളെ സംബന്ധിച്ചിടത്തോളം ശേഖരൻ ആ നാട്ടിലെ വലിയൊരു പ്രമുഖനായിരുന്നു. അവിടെ വെച്ച് അയാൾ തന്റെ അഭിനയം പുറത്തെടുത്തു. മക്കളെ, നിങ്ങൾ വളരുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഒരു സത്യം നിങ്ങളോട് പറയാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. നിങ്ങൾ ആരെയാണോ അമ്മ എന്ന് വിളിക്കുന്നത്, അവൾ സത്യത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശേഖരന്റെ മുഖത്തെ ഗൗരവം കണ്ട് 3 പേരും പരസ്പരം നോക്കി. അച്ചു സംശയത്തോടെ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായി അറിയാം. ശേഖരൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അയാൾ തന്റെ മേശപ്പുറത്ത് കുറച്ച് പഴയ ഫയലുകളും വ്യാജമായി നിർമ്മിച്ച പത്രവാർത്തകളുടെ കട്ടിങ്ങുകളും നിരത്തിവെച്ചു. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ യഥാർത്ഥ മാതാപിതാക്കൾ മരിച്ചത് ഒരു അപകടത്തിലല്ല, മറിച്ച് അതൊരു കൊലപാതകമായിരുന്നു. ആ കൊലപാതകത്തിന് പിന്നിൽ ഈ സീതയും അവളുടെ ഭർത്താവ് മാധവനുമാണ്. 3 പേർക്കും ഇത് വിശ്വസിക്കാനായില്ല. ശേഖരൻ തന്റെ നുണകൾ തുടർന്നു. നിങ്ങളുടെ അച്ഛന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ അവർ ചെയ്ത ക്രൂരതയാണ് അത്. പക്ഷെ പിന്നീട് പോലീസിനെ പേടിച്ചും ചെയ്ത പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് അവൾ നിങ്ങളെ എടുത്തു വളർത്തിയത്. പാപപരിഹാരത്തിനു വേണ്ടിയുള്ള ഒരു നാടകം മാത്രമായിരുന്നു ആ 15 വർഷത്തെ സ്നേഹം. തന്റെ കൈകളിൽ പറ്റിപ്പിടിച്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ രക്തം കഴുകിക്കളയാൻ അവൾ നിങ്ങളെ ഒരു ഉപകരണമാക്കുകയായിരുന്നു. അയാൾ കാണിച്ച വ്യാജ രേഖകളിൽ സീതയുടെയും മാധവിന്റെയും പേരുകൾ പ്രതിപട്ടികയിൽ ഉള്ളതുപോലെ കൃത്രിമമായി ചേർത്തി. യുവാക്കൾക്ക് സത്യം തിരിച്ചറിയാനുള്ള വിവേകം ആ നിമിഷം നഷ്ടപ്പെട്ടു. വിനു എന്ന വക്കീൽ പോലും തന്റെ മുന്നിലെ തെളിവുകൾ വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ മറന്നുപോയി. മനുവിന്റെ ഉള്ളിൽ അമർഷം പുകഞ്ഞു. വിനുവിന്റെ കണ്ണുകളിൽ പക നിറഞ്ഞു. തങ്ങളുടെ ജീവിതം നശിപ്പിച്ചവരോടുള്ള അടങ്ങാത്ത ദേഷ്യവുമായി അവർ ആ ഓഫീസിൽ നിന്നിറങ്ങി. തിരികെ നടക്കുമ്പോൾ അച്ചു പറഞ്ഞു, നമ്മളെ വളർത്താൻ അവൾ കഷ്ടപ്പെടുന്നുവെന്ന് കരുതി നമ്മൾ എത്രമാത്രം അവളോട് കടപ്പെട്ടിരുന്നു. എല്ലാം കള്ളമാണ്. നമ്മളുടെ അച്ഛനെയും അമ്മയെയും കൊന്നവളുടെ കയ്യിൽ നിന്നാണല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ചത്. സീത പാവം വീട്ടിൽ തന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്ത് അവരെയും കാത്തിരിക്കുകയായിരുന്നു. വിധി തനിക്കായി കരുതി വെച്ചിരിക്കുന്ന ആ വലിയ ദുരന്തത്തെക്കുറിച്ച് അവൾ അപ്പോഴും അറിഞ്ഞില്ല. വാതിൽ തുറന്ന സീത കണ്ടത് ദേഷ്യം കൊണ്ട് വിറക്കുന്ന തന്റെ 3 മക്കളെയാണ്. അച്ചുവിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. വിനുവിന്റെ മുഖത്ത് പുച്ഛമായിരുന്നു. മനു ആകട്ടെ എന്തൊക്കെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്നു. മക്കളെ, നിങ്ങൾ വന്നോ? ഇത്രയും വൈകിയതെന്താ? വരൂ, അമ്മ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സീത വാത്സല്യത്തോടെ പറഞ്ഞു. അവൾ വിളമ്പാനെടുത്ത ഭക്ഷണപാത്രം അച്ചു തട്ടിത്തെറിപ്പിച്ചു. പായസവും ചോറും ആ മൺതറയിൽ ചിതറിത്തെറിച്ചു. സീത നെട്ടിപ്പോയി. അച്ചു, എന്താ മകനേത്? നിനക്ക് എന്തു പറ്റി? അവൾ പരിഭ്രമത്തോടെ അവന്റെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവളെ ക്രൂരമായി തള്ളി മാറ്റി. നിർത്തു നിന്റെ ഈ അഭിനയം, വിനു അലറി. അമ്മയെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് നാണക്കേട് തോന്നുന്നു. നിങ്ങൾ ഒരു കൊലപാതകിയാണ്. ഞങ്ങളുടെ മാതാപിതാക്കളെ കൊന്ന് അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ച നീചയായ ഒരു സ്ത്രീ. ആ പാപം കഴുകിക്കളയാനല്ലേ നിങ്ങൾ ഞങ്ങളെ നോക്കി വളർത്തിയത്? സീതയുടെ കാതുകളിൽ ആ വാക്കുകൾ ഇടുത്തി പോലെ പതിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടിട്ട് പോലുമില്ലല്ലോ. ശേഖരൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ശേഖരൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. മനു തന്റെ കയ്യിലുണ്ടായിരുന്ന വ്യാജരേഖകൾ അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു. നീയും നിന്റെ ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന മാധവനും ചേർന്നാണ് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചത്. സീത ആ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവൾ അവരുടെ കാൽക്കൽ വീണു. മക്കളെ, അരുത്. ഞാൻ നിങ്ങളെ എന്റെ പ്രാണനേക്കാൾ സ്നേഹിച്ചതല്ലേ? അവൾ കരഞ്ഞു പറഞ്ഞിട്ടും ആ യുവാക്കളുടെ ഹൃദയം അലിഞ്ഞില്ല. പകരം സ്നേഹത്തിന്റെ സ്ഥാനത്ത് രേഖകൾ കുത്തിവെച്ച വെറുപ്പിന്റെ വിഷം അവർക്കിടയിൽ പടർന്നു പന്തലിച്ചിരുന്നു. സ്നേഹം? അച്ചു പരിഹാസത്തോടെ ചിരിച്ചു. കൊന്നവന്റെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഈ മുഖം കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ശാപമാണ്. ഈ നിമിഷം മുതൽ ഞങ്ങൾക്ക് നീ ആരുമല്ല. അവർ തങ്ങളുടെ ചെറിയ പൊതിക്കെട്ടുകളുമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പടിയിറങ്ങുമ്പോൾ മനു തിരിഞ്ഞു നോക്കി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിച്ച ഓരോ ഉരുള ഭക്ഷണവും എനിക്ക് അറപ്പായി തോന്നുന്നു. ഇനി ഒരിക്കലും ഞങ്ങളുടെ മുന്നിൽ വന്നു പോകരുത്. സീത അവളുടെ പിന്നാലെ ചെന്നു.
അച്ചു, വിനു, മനു, മക്കളെ, അമ്മയെ തനിച്ചാക്കി പോകല്ലേ. അവർ ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കാതെ ആ ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. വീണ്ടും ആ ചെറിയ മുറിയിൽ സീത തനിച്ചായി. പണ്ട് മാധവൻ മരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു വേദന അവളുടെ ഉള്ളിൽ നീറി. ആ രാത്രി സീത ഒരിറ്റു വെള്ളം പോലും കുടിച്ചില്ല. നഗരം ഉറങ്ങിക്കഴിഞ്ഞിട്ടും ആ ചേരിയിലെ ചെറിയ മുറിയിൽ അമ്മ തന്റെ തകർന്ന ഹൃദയവുമായി ചുവരിൽ ചാരിയിരുന്നു. മക്കൾ പടിയിറങ്ങിപ്പോയ ആ കറുത്ത രാത്രിക്കു ശേഷം സീതയുടെ ജീവിതം മറ്റൊരു ഗതിയിലേക്ക് നീങ്ങുകയായിരുന്നു. അച്ചുവും വിനുവും മനുവും തന്നെ ഉപേക്ഷിച്ചു പോയെന്ന് വിശ്വസിക്കാൻ അവളുടെ മനസ്സിന് അപ്പോഴും കഴിയുന്നുണ്ടായിരുന്നില്ല. അവർക്ക് പറ്റിയ ഒരു തെറ്റിദ്ധാരണ മാത്രമാണിതെന്നും നേരം വെളുക്കുമ്പോൾ അവർ വിശപ്പോടെ തിരികെ വരുമെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ ആ നേരം വെളുക്കൽ പിന്നെ ഉണ്ടായില്ല. അടുത്ത 10 വർഷം സീത ജീവിച്ചത് ഒരു നിഴൽ പോലെയായിരുന്നു. നഗരം അതിവേഗം വളർന്നു. റെയിൽവേ സ്റ്റേഷനു ചുറ്റുമുള്ള ചെറിയ കെട്ടിടങ്ങളെല്ലാം വലിയ കെട്ടിടങ്ങൾക്ക് വഴിമാറി. ശേഖരന്റെ പണക്കൊഴുപ്പിൽ ആ പ്രദേശം നഗരത്തിന്റെ പ്രധാന ഭാഗമായി മാറി. എന്നാൽ സീത മാത്രം അവിടെ തന്നെ തുടർന്നു. തന്റെ പഴയ തട്ടുകടയുടെ ചക്രങ്ങൾ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. മുഷിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനിടയിൽ അവൾ ഇരുന്നു. കച്ചവടം ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് തന്റെ മക്കൾ എന്നെങ്കിലും ഈ വഴി മടങ്ങി വരുമെന്ന പ്രതീക്ഷയായിരുന്നു ആ ഇരിപ്പ്. ഓരോ ട്രെയിൻ വരുമ്പോഴും അതിൽ നിന്നിറങ്ങുന്ന ജനക്കൂട്ടത്തിനിടയിൽ അവൾ തന്റെ മക്കളുടെ മുഖങ്ങൾ തേടും. വാർദ്ധക്യം സീതയെ വല്ലാതെ തളർത്തിയിരുന്നു. സീതയുടെ പക്കൽ ഇപ്പോഴാകെ അവശേഷിക്കുന്നത് മാധവൻ മരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ പഴയ വാച്ചായിരുന്നു. ആ അപകടത്തിൽപ്പെട്ട് വാച്ചിന്റെ ഗ്ലാസ് തകർന്നിരുന്നു. മാധവേട്ട, സമയം ഒരുപാട് വൈകി. നമ്മുടെ മക്കൾക്കിപ്പോൾ വരാറായി കാണും. രോഗങ്ങൾ അവളുടെ ശരീരത്തെ കാർന്നു തിന്നു തുടങ്ങിയിരുന്നു. തന്റെ മക്കൾ ചെയ്ത ക്രൂരത അവൾ എന്നെ മറന്നു കഴിഞ്ഞു. അവർ ശേഖരന്റെ ചതിയിൽ പെട്ടതാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അമ്മയേക്കാൾ വലിയൊരു ഹൃദയം ഈ ലോകത്ത് മറ്റാർക്കാണുള്ളത്? തന്റെ ജീവനും രക്തവും നൽകി വളർത്തിയവർ തന്നെ കൊലപാതകി എന്ന് വിളിച്ചപ്പോൾ അവൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മരണത്തിനു മുമ്പ് ഒരിക്കലെങ്കിലും ആ മക്കൾ തന്റെ അരികിൽ വരുമെന്ന വിശ്വാസത്തിൽ അവൾ ഓരോ ദിവസവും തള്ളി നീക്കി.